ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കൊല്ലത്തിൻ്റെ വിവിധ മേഖലകളുടെ പ്രാതിനിധ്യമുള്ള ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാനരായ ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയിലെ അതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമായ പല പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാഷ്ട്രീയമായി നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെൻറ്റുകളുടെ തുടർച്ചയായി ഒരു ഗവൺമെൻറ്റിന് ശേഷം രണ്ടാമതും അതേ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഗവൺമെൻറ് 4 വർഷം പൂർത്തിയാക്കുകയാണ്. മെയ് മാസം 20-ാം തീയതിയാണ് ആ പൂർത്തീകരണം. യഥാർത്ഥത്തിൽ കണക്ക് എടുക്കുമ്പോൾ 4 വർഷമല്ല, 5ഉം 4ഉം 9 വർഷമായി. 9 വർഷം പൂർത്തീകരിച്ച് 10ാം വർഷത്തിലേക്ക് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രത്യേകത കൊണ്ട് തന്നെ തുടർച്ചയായി വരാൻ പറ്റിയ അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങൾ ആഗ്രഹിച്ച, ജനങ്ങളുടെ മുമ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ആ ഗവൺമെൻറ്റിന് ഏറെക്കുറെ കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ്. തുടർച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വികസനത്തെ സംബന്ധിച്ച്, ക്രമസമാധാനത്തെ സംബന്ധിച്ച്, ജനങ്ങളുടെ താല്പര്യത്തെ സംബന്ധിച്ച് എന്ന് വ്യക്തമാക്കിയ 9 വർഷക്കാലമാണ് കടന്നുപോയത്. ആ ഗവൺമെൻറ് അങ്ങനൊരു നേട്ടങ്ങളുണ്ടായ 9 വർഷങ്ങൾ എന്ന നിലയിൽ ഏകപക്ഷീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഇക്കാര്യം ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പരിശോധിക്കാനും ചർച്ച ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. ആദ്യ ഗവൺമെൻറ് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി. അതിനകത്ത് 600ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ആ 5 വർഷക്കാലം കൊണ്ട് ആ 600 കാര്യങ്ങൾ ഏതാണ്ടെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്റാണ് ഒന്നാം പിണറായി സർക്കാർ എന്നുള്ളതാണ്. അത് വീണ്ടും തുടർന്നും അധികാരത്തിൽ വരുന്നതിന് ജനങ്ങൾ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനം. ഓരോ വർഷവും പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഇത്ര കാര്യങ്ങൾ നേടി എന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അന്നത്തെ കാലത്തെ മന്ത്രിസഭാംഗങ്ങൾ അന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ വളരെ തിളക്കമുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ വീണ്ടും രണ്ടാമത് 5 വർഷത്തിന് ശേഷം വന്നപ്പോൾ 900ഓളമാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ. 900 പോയിന്റുകളാണ്. അതിൽ മഹാഭൂരിപക്ഷം കാര്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. ബാക്കി പൂർത്തീകരിക്കുന്ന ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജനങ്ങളുമായി സംവദിക്കേണ്ട വേദികളിൽ സംവദിക്കണം എന്നുകൂടി, ചർച്ച ചെയ്യണം എന്നുകൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. കേരളത്തിൽ എല്ലാ മേഖലകളിലും, എല്ലാ ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാർ, ആ ജില്ലയിലും മറ്റ് ചുമതലയുള്ള മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്ന ഇതേപോലെയുള്ള യോഗങ്ങൾ നടക്കുന്നു. ഇനി തിരുവനന്തപുരം ജില്ലയിൽ കൂടിയാണ് ഇത്തരമൊരു യോഗം നടക്കാനുള്ളത്. ജില്ലയുടെ എല്ലാ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികൾ മുതൽ ബിസിനസ് രംഗത്തുള്ളവർ, എല്ലാ മേഖലയിലുള്ളവർ, അധ്യാപകർ, സാംസ്കാരിക പ്രവർത്തകരെല്ലാം ഉണ്ട്. ഇവിടെ സ്കൂൾ കുട്ടികൾ വളരെ നല്ല പെർഫോമൻസ് നടത്തിയ സ്കൂൾ കുട്ടി മുതൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 42ാം റാങ്ക് മേടിച്ച നന്ദന ഉൾപ്പെടെ ഇന്നത്തെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കൂടി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ്. ഇതുകൂടാതെ വിവിധ മേഖലകളിൽ വെച്ചിട്ട് സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, സ്പോർട്സിൻ്റെ രംഗത്തെ യുവജനങ്ങൾ, SC/ST മേഖലയിലെ പ്രത്യേക പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള യോഗങ്ങൾ ചേർന്നത്. ഇതെല്ലാം ആത്യന്തികമായി കേരളത്തിന് ഗുണമുണ്ടാകാനാണ്. ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ഒരു സംസ്ഥാനം, ഒരു പ്രദേശം, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകണം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം അടിസ്ഥാന സൗകര്യ വികസനമാണ്. നല്ല റോഡുണ്ടാവണം, നല്ല സ്കൂളുണ്ടാവണം, നല്ല കോളേജ് ഉണ്ടാവണം, നല്ല ആശുപത്രികൾ ഉണ്ടാവണം. ബാക്കി പുതിയ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിക്ഷേപവും വേണം. വിഴിഞ്ഞം തുറമുഖത്തിനപ്പുറം ഒരു ഉദാഹരണം ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ 10-15 തുറമുഖങ്ങളിലായി ഒന്നായ വിഴിഞ്ഞം വന്നു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ, 3 ലക്ഷം ടൺ കേവ് ഭാരമുള്ള സാധനങ്ങൾ കയറ്റാൻ പറ്റുന്ന കപ്പൽ, 2-3 കപ്പൽ ഇതിനകത്ത് ലോകത്തെ പ്രശസ്തമായ ആ ഗ്രൂപ്പിൽപ്പെട്ട കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞു. വിഴിഞ്ഞം വന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ എന്താ ഉണ്ടാവുന്ന നേട്ടമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. നമ്മുടെ കൊല്ലമടക്കം
ആലപ്പുഴ അടക്കം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏതൊരു ഭാഗത്തുനിന്നും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാത്രം ചരക്കുകൾ വലിയ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് എത്തും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത് കൊച്ചി കൊണ്ടിറക്കി, അല്ല കൊച്ചിയിൽ നിന്ന് കയറ്റി സിംഗപ്പൂരിലിറക്കി, ദുബായിലിറക്കി, മറ്റൊരു കപ്പലിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇവിടെ ട്രേഡേഴ്സിന് അറിയാം അത് സിംഗിൾ ഷോട്ടിൽ ഒറ്റ കണ്ടെയ്നർ ഇവിടുന്ന് പോയി ലോകത്ത് എവിടേക്ക് പോകും. യാത്രാ ചെലവ് കുറയും, ഹാൻഡ്ലിങ്ങിൻ്റെ ചെലവും എല്ലാം കുറയും. അതിൻ്റെ ഭാഗമായി കൂടുതൽ വ്യവസായങ്ങൾ വരും. തിരുവനന്തപുരം, വിഴിഞ്ഞം, തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ഒരു ട്രയാങ്കിൾ, ഒരു വികസന ത്രികോണം ഈ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചി എന്നുള്ള കോയമ്പത്തൂർ വഴി ബാംഗ്ലൂരിലേക്കുള്ള വ്യവസായ ഇടനാഴി, കോഴിക്കോട് നിന്ന് കണ്ണൂർ, കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള വ്യവസായ ഇടനാഴി, ഇതെല്ലാം ഇപ്പം ഭൂമിയെടുത്ത് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ കൂടുതൽ വ്യവസായങ്ങൾ വരണം, കൂടുതൽ ഫാക്ടറികൾ വരണം ജോലി കിട്ടാൻ. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഈ സൗകര്യങ്ങളെല്ലാം വന്നാൽ തുല്യമായിട്ട് അല്ലെങ്കിലും ഏകദേശം എല്ലാവർക്കും സൗകര്യങ്ങൾ എത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് ഏറ്റവും പരിമിതിയും പരിഗണന അർഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താലും ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. അങ്ങനെയുള്ള അതിദരിദ്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. 65,000-ഓളം അതിദരിദ്രരുണ്ട് എന്നുള്ളത് കണ്ട് ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ക്യാബിനറ്റിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുമ്പോൾ അവിടെ വന്ന അജണ്ട ഈ അതിദരിദ്രരെ മുഴുവൻ കണ്ടെത്തി അവരെ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മാറ്റുക എന്നുള്ളതായിരുന്നു. അത് ചെയ്ത് ടാർഗറ്റ് വെച്ച് ഈ നവംബർ 1-ന് ഒരൊറ്റ അതിദരിദ്രൻ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. കേരളം നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറും എന്നുള്ളത് മലയാളികളെ എല്ലാം സംബന്ധിച്ച് ബഹുമാനകരമായ കാര്യമാണ്. ആ ഒരു കാര്യം മാത്രമല്ല, 62 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 5 ഗഡു ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു. വലിയ തോതിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടാതെ വന്നൊരു സാഹചര്യത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഇപ്പോഴും ആ പ്രശ്നം നിൽക്കുകയാണ്. അത് മുഴുവൻ കൊടുത്തു തീർക്കും. ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് അടുത്ത ഗഡുവിനുള്ള ഇപ്പോൾ മെയ് മാസത്തെ പെൻഷനൊപ്പം 2 പെൻഷനാണ് പോകുന്നത്. അപ്പോൾ അതോടുകൂടി 2 ഗഡു മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ. ആ 2 ഗഡുവും ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം അതേപോലെ നടപ്പിലാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മുഴുവനും കൊടുത്തു തീർക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമല്ല, 42 ലക്ഷം കുടുംബങ്ങൾ കൊടുക്കുന്ന ചികിത്സാ സഹായം, കാരുണ്യ പദ്ധതി, ഇതുപോലെ എല്ലാവരെയും പരിഗണിക്കുന്ന പുതിയ തലമുറയ്ക്ക് പുതിയ ജോലികൾ, അതിൻ്റെ മേഖലയിലെ ഓരോ കാര്യം പറയുന്നില്ല. കൊല്ലത്ത് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി കൊല്ലം ടൗണിൽ ഒരു IT പാർക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സ്ഥലം കൂടി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ 1,00,000 സ്ക്വയർ ഫീറ്റെങ്കിലുമുള്ള ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണം അടുത്ത് തന്നെ തുടങ്ങും. അതിന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വരും. ഇവിടെയും കൊട്ടാരക്കരയും 2 സ്ഥലത്തും സർക്കാരിൻ്റെ സ്ഥലമാണ് എന്നുള്ളതാണ് പ്രത്യേകത. IT പാർക്ക് വരും. ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആഗ്രഹമാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം ഹെഡ്ക്വാർട്ടേഴ്സ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ മാർച്ച് 31-ന് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി. ആ സ്ഥലം യുദ്ധകാലാടിസ്ഥാനത്തിൽ 26 കോടി രൂപയിലധികമാണ് അതിന് നൽകിയത്, വാങ്ങിയത്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മഹാകവി കുമാരനാശാനും കൂടി ഷെയർ ഉണ്ടായിരുന്ന തോമസ് സ്റ്റീഫൻ കമ്പനിയുടെ പഴയ ഓട്ട് കമ്പനി നിന്ന സ്ഥലമാണ് പിന്നീട് പല കൈമറിഞ്ഞ് ഇപ്പോൾ വാങ്ങിയത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ മഹാകവി കുമാരനാശാനും കൂടി ഷെയർ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇന്നിപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമായി വരുന്നു എന്നുള്ളൊരു നിമിത്തമാണ്. അതും വരികയാണ്. അതിൻ്റെ ഡിസൈൻ ഫൈനലായി കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, അതിവേഗം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തിൻ്റെ നിർമ്മാണം തുടങ്ങും. കൊല്ലം കോടതി എത്രയോ പഴക്കമുള്ളതാണ്. ഏകദേശം 100 കോടി രൂപയുടെ ചെലവിൽ ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ കൊല്ലം കോടതിയുടെ പുതിയ ബിൽഡിംഗ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് വലിയ ജില്ലാ ആശുപത്രിയും വലിയ സൗകര്യവും കൊല്ലം മാത്രമല്ല, ഇപ്പോൾ കൊല്ലത്ത് ഓഷനേറിയത്തിന് 200 കോടിയാണ് അനുവദിച്ചത്. അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. വലിയ ടൂറിസ്റ്റ് സെൻറ്റർ. കൊല്ലം മുതൽ തെമ്മലെ ആര്യങ്കാവ് വരെയും തെക്കുന്നും വടക്കോട്ടും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും എല്ലാ പ്രവർത്തനവും നടക്കുന്നു. 59 കോടി രൂപയാണ് കാപ്പക്സ് ഫണ്ടിലെടുത്ത്, എന്ന് പറഞ്ഞാൽ ദീർഘകാല 50 വർഷത്തെ ഒരു ലോൺ എടുക്കുന്നൊരു സ്കീമിൽ എടുത്തിട്ട് നമ്മുടെ അഷ്ടമുടിയുടെ ടൂറിസം വികസനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും കൊല്ലം ജില്ലയിലും കേരളത്തിലെ ആകെയുള്ള വികസന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വികസന കാര്യങ്ങൾക്കൊപ്പം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ നിർത്താം. അത് നമ്മുടെ ക്രമസമാധാനമാണ്, സമാധാന ജീവിതമാണ്. എല്ലാം ഉണ്ടായെങ്കിലും എത്ര പണമുണ്ടെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇന്ത്യയിൽ ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ് ഈ കേരളം എന്ന് തെളിയിക്കുന്ന 100 അനുഭവം നമുക്കുണ്ട്. നമ്മുടെ പോലീസ്, നമ്മുടെ പൊതു ക്രമസമാധാനം, അത് എടുത്തു പറയേണ്ടതാണ്.
ഏതൊരു ആൾക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വതന്ത്രമായി നടക്കാനും പറ്റുന്നൊരു സ്ഥലമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞത് കേവലം ഇടതുപക്ഷം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ നമ്മുടെ ആകെ വലിയ പങ്ക്, ഈ ഗവൺമെൻറ്റിന് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ പങ്ക് വഹിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളുമായിട്ടെല്ലാം സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ വളരെ മാതൃകാപരമായ പരസ്പര സംവാദത്തിൻ്റെ ഈ വേദിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനായ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ധാരണയുള്ളതുമാണ്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ പരിപാടി തുടക്കമിട്ടത്. ഇപ്പോൾ 4 വർഷം പൂർത്തിയായി കഴിഞ്ഞു. 13 ജില്ലകളിൽ ഈ പരിപാടി ഇന്നത്തോടുകൂടി നടക്കുകയാണ്. 12 നേരത്തെ നടന്നു. ഇടയ്ക്ക് നമ്മുടെ രാജ്യം നേരിട്ട ഗൗരവമായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ഒന്ന് തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആണ് മാറിയത്. കാരണം വേഗം തന്നെ സാധാരണ നില വന്നപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പരിപാടികൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ മലപ്പുറം ജില്ലയിലെ പരിപാടി മാറ്റേണ്ടി വന്നിരുന്നു.
പൂർത്തിയാകുമ്പോൾ നാളെ വൈകുന്നേരം അവതരിപ്പിക്കുകയാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ പരിഗണിച്ചാൽ നമ്മുടെ പ്രകടന പത്രികയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അടുത്ത ഒരു വർഷം അതിന് മുൻഗണന കൊടുത്ത് നീങ്ങണമെന്നാണ് LDFും സർക്കാരും കാണുന്നത്. അങ്ങനെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2016-21 കാലത്തെ LDF പ്രകടന പത്രികയിലെ ഏറെക്കുറെ എല്ലാ ഇനങ്ങളും പൂർത്തിയാക്കാനായതുപോലെ ഇതും 2026 ആകുമ്പോഴേക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതെല്ലാം ഒരു പുതിയ രീതി LDFും സർക്കാരും സ്വീകരിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർലമെൻ്ററി ജനാധിപത്യം നമ്മുടെ രാജ്യത്തും ലോകത്തും പലയിടങ്ങളിലുമുണ്ട്. നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലോ രാജ്യത്തിൻ്റെ അനുഭവത്തിലോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കിയെന്ന് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഓരോ വർഷവും ജനങ്ങളെ അറിയിക്കുന്നൊരു പ്രവർത്തന രീതി ഇതേവരെ ഇവിടെ ഉണ്ടായിട്ടില്ല, രാജ്യത്തുണ്ടായിട്ടില്ല, ലോകത്തും എവിടെയും ഉള്ളതായി നമ്മുടെ അറിവിലില്ല. അപ്പോൾ ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ. ആ ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അതിൻ്റെ ഭാഗമായാണ് ഈ തരത്തിലുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം നടന്നത്. ഇതിൻ്റെ ഭാഗമായി മറ്റ് ചില പരിപാടികളും നടന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഭരണത്തിൻ്റേതായ സ്വാദ് ശരിക്ക് അനുഭവപ്പെടണമെങ്കിൽ തീരുമാനങ്ങൾ വേഗത്തിലായി കിട്ടണം, കാലതാമസമില്ലാതെ നടക്കണം. നമ്മുടെ ഭരണ നടപടികൾക്ക് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നൊരു ചൊല്ലുണ്ട്. ചുവപ്പ് നാടിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഫയലിൻ്റെ കാലതാമസത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് വലിയ ശ്രമം സർക്കാർ നടത്തിയത്. 2016 മുതലേ നടത്തി. അതിനും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയൽ തീർപ്പാക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ, താലൂക്ക് തല അദാലത്തുകൾ മന്ത്രിമാർ തന്നെ പങ്കെടുത്തുകൊണ്ട്, അതിനു പുറമെ ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയാകെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് പോകുന്നു. വിവിധ ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ വേഗത കൂട്ടുന്നതിനായി മേഖലാതല യോഗം ബന്ധപ്പെട്ട മേഖലകളിലെ കലക്ടർമാരും ആ ജില്ലകളിലെ ഉദ്യോഗസ്ഥ മേധാവികളും സംസ്ഥാനത്തെ
പ്രധാനപ്പെട്ട സെക്രട്ടറിമാരാകെയും പങ്കെടുത്തുകൊണ്ടുള്ള യോഗം. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അതിൽ പങ്കെടുക്കുന്നു. അതിനകത്ത് ചില കാര്യങ്ങൾ ചർച്ചയിലൂടെ തീരുമാനിക്കാനാകുന്നു. ദീർഘകാലമായി വേണ്ടത്ര വേഗതയില്ലാതെ കിടന്ന കാര്യങ്ങൾ അവിടെ തന്നെ തീരുമാനിക്കപ്പെടുന്നു. ചിലതിന് തുറ നടപടി ഉറപ്പാക്കുന്നു. ഇതും ഭരണ നടപടികളുടെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെയെല്ലാമുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ദൗത്യം മാത്രം ഏറ്റെടുത്താൽ പോരായിരുന്നു. കാരണം ഒരുപാട് പുതിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിൻ്റെ കൂടെ ഒരു നാടിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള തുടർച്ചയായ ദുരന്തങ്ങളും മഹാമാരികളും നമ്മുടെ നാടിന് നേരിടേണ്ടി വന്നു. അവയുണ്ടാക്കിയ പ്രതിസന്ധി അതും നമുക്ക് മറികടക്കേണ്ടതുണ്ടായിരുന്നു. ആ പ്രതിസന്ധിയിൽ സാധാരണഗതിയിൽ ഒരു നാടും ഒറ്റക്കായി പോകില്ല. കാരണം പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിസന്ധി ആ നാട് മാത്രമായി പരിഹരിക്കുക എന്നതല്ല ഒരിടത്തും നടന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. ആ നാടിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ രാജ്യവും അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവം തീർത്തും വ്യത്യസ്തമായിരുന്നു. നമുക്ക് അർഹമായ സഹായം ലഭിച്ചില്ല. നമ്മളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ പറ്റുന്ന നിലപാടുകൾ സ്വീകരിച്ചു. ഇത് നമുക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് സാധാരണഗതിയിൽ ലഭിക്കേണ്ട കേന്ദ്രവിഹിതം അത് കൃത്യമായി ലഭിക്കാത്ത അവസ്ഥ വന്നു. ഏതൊരു സംസ്ഥാനത്തിൻ്റെ വരുമാനവും അത് സംസ്ഥാനത്തിൻ്റെ മാത്രം വരുമാനമല്ല, അതിനോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന വിഹിതമുണ്ട്. ഒരു നാടിന് എടുക്കാവുന്ന കടമുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് സംസ്ഥാനത്തിൻ്റെ വിഭവം. അതാണ് വിവിധ വികസന കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവിടുന്ന പണം. പക്ഷേ നമുക്ക് വലിയ ദുരനുഭവമാണ് ഉണ്ടായത്. ഈ പറയുന്ന കേന്ദ്രവിഹിതം മാനദണ്ഡങ്ങൾക്കനുസൃതമായി നമുക്ക് ലഭിച്ചില്ല. വലിയ അവഗണന അത് നേരിടേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നാം എടുക്കുന്ന കടം, ആ കടം അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നില
കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായി. ഇതെല്ലാം നമ്മുടെ നാടിനെ പിറകോട്ടടിപ്പിക്കാൻ പോകുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ നാടിന് പിറകോട്ട് പോകാനാകില്ലായിരുന്നു. നമുക്ക് ഇതെല്ലാം അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള ശ്രമമാണ് നാം നടത്തിയത്. ആ കാര്യത്തിൽ നല്ല വിജയം നമുക്ക് കരഗതമായിട്ടുണ്ട്. നമ്മുടെ രാജ്യവും ലോകവും ഈ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ അതിജീവനം വലിയ തോതിൽ ആശ്ചര്യമുളവാക്കിയ കാര്യമാണ്. എങ്ങനെ കേരളത്തിന് ഇത് സാധിച്ചു എന്നാണ് രാജ്യവും ലോകവും ചോദിച്ചത്. നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം നമ്മുടെ നാടും ജനങ്ങളും പ്രകടിപ്പിച്ച ഐക്യവും ഒരുമയും അതാണ് അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കുന്നതിന് ഇടയാക്കിയത്. ഇവിടെ നമ്മുടെ പദ്ധതികൾ പുറകോട്ട് പോയില്ല. പദ്ധതികൾ തകർന്നു പോകും, കേരളം തകരും. ഈ ഘട്ടത്തിൽ കേരളത്തിന് പുരോഗതി വേണ്ട, ഇപ്പം തകർച്ചയാണ് ആവശ്യം. ഇപ്പോൾ തകരുന്നതിന് സഹായകമായ നിലപാടാണ് എടുക്കേണ്ടത് എന്നെല്ലാം ചിന്തിച്ചവരും ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിച്ചവരുമെല്ലാം നിരാശപ്പെടുമാറുള്ള ഉയർച്ചയും വളർച്ചയും കേരളത്തിന് നേടാനായി. എങ്ങനെയാണ് ഇത് സാധിച്ചത്? അതും നാം പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സർക്കാരിൻ്റെ തനത് വരുമാനം, സർക്കാരിൻ്റെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ ഘട്ടത്തിലൊന്നും നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്തത്. 2023-24 72.84%
കോടി രൂപ നിക്ഷേപം ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെയാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? നമ്മുടെ കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ്. അത്തരമൊരു വളർച്ചയിലേക്ക് കേരളത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ നാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഹാർഡ്വെയർ രംഗത്ത് നാം ശ്രദ്ധിക്കുകയാണ്. സോളാർ പാനലും ലിഥിയം ബാറ്ററിയും ഹൈഡ്രജനും എല്ലാ രംഗത്തും നാം പുതിയ ചുവടുവെപ്പുകൾ നടത്തുകയാണ്. വ്യാവസായിക രംഗത്ത് വന്ന മാറ്റം നമ്മുടെ MSME മേഖലയിലെ രാജ്യത്തെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസായി പുതിയ സംരംഭങ്ങളെ കണ്ടത്, ഇന്ത്യ ഗവൺമെൻറ് കണ്ടത്, നമ്മൾ ഇപ്പോൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം രാജ്യത്ത് 1-ാം സ്ഥാനം നേടി കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യ പത്രങ്ങളാണ് വന്നത്. അവ കൃത്യമായ തുടർ പ്രവർത്തനത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുകയാണ്. അതിനുള്ള ഫാസ്റ്റ് ട്രാക്ക് സർവീസ് ഏർപ്പെടുത്തുന്നുണ്ട്. നിസ്സാനും എയർബസും പോലുള്ള ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നുണ്ട്. പരമ്പരാഗത മേഖലയിലും നല്ല ഇടപെടലുകളാണ് നാം നടത്തിയിട്ടുള്ളത്. കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അതിനിടയാക്കിയത് പൊതുവിതരണ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഒരു കണക്ക് മാത്രമാണ് അതിൽ പറയാനുള്ളത്. കഴിഞ്ഞ LDF സർക്കാർ ചെലവഴിച്ചതും അതിനു മുൻപ് UDF സർക്കാർ ചെലവഴിച്ചതുമായ കണക്ക്. UDF സർക്കാർ 5242 കോടി രൂപ, LDF സർക്കാർ 2021 അവസാനിച്ച LDF സർക്കാരിൻ്റെ കഥയാണ് പറയുന്നത്, 10,697 കോടി രൂപ. ഇതാണ് LDFിൻ്റെ പൊതുവിതരണ രംഗത്തെ ഇടപെടൽ. 2024 വരെ വിപണി ഇടപെടലിന് വേണ്ടി 14,000 കോടി രൂപയാണ് നാം ചെലവഴിച്ചിട്ടുള്ളത്. അതിലൂടെയാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കേരളം ശാന്തമായ പൊതുജീവിതം നയിക്കാൻ പറ്റുന്ന സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ്റെ കാര്യം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ ലൈഫ് മിഷനിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകളിപ്പോൾ പൂർത്തിയായി, ആളുകൾ താമസമായി. ബാക്കി വീടുകൾ വേഗം തന്നെ പൂർത്തിയാക്കാനാണ് പോകുന്നത്. പട്ടയം കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കാൻ പോകുന്ന കാര്യം ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖല നല്ല മേഖലയായിട്ടിപ്പോൾ മാറി. പക്ഷെ എങ്ങനെയാണ് മാറിയത്? ഒരു കണക്ക്, 2016 ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. ഇപ്പോഴോ 665 സ്ഥാനത്ത് 2500 കോടിയോളം രൂപ. ഇതാണ് മാറ്റത്തിൻ്റെ നിദാനം. ആർദ്രം മിഷനും അതിലൂടെ നടപ്പാക്കിയ പരിപാടികളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ 73 ലക്ഷം ആളുകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്.
കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിലൂടെ 27 ലക്ഷം പേർക്ക് 2762 കോടിയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം, ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ ശക്തിയാർജിക്കുന്നത്, അതിൽ കേരളയും കൊച്ചിയും ഗാന്ധിയും ഇന്ത്യയിലെ പൊതു യൂണിവേഴ്സിറ്റികളിൽ 9, 10, 11 റാങ്കുകളിലെത്തി നിൽക്കുന്നു. കാലിക്കറ്റ് 43 നിൽക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ മികച്ച 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. കാർഷിക രംഗം നല്ല തോതിൽ അഭിവൃദ്ധിപ്പെടുത്താനാണ് LDF സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. 2016 2% മാത്രമായിരുന്നു വളർച്ചാ നിരക്ക്. അതിപ്പോൾ ഇരട്ടിക്കിച്ചു, 4.64%. നെൽകൃഷി 2016 1,70,000 ഹെക്ടറിലായിരുന്നു. ഇപ്പോൾ 2,23,000 ഹെക്ടറിലായി. കഴിഞ്ഞ 2 വർഷം 8,268 ഹെക്ടറിലാണ് നെൽകൃഷി പുതുതായി ആരംഭിച്ചത്. നെല്ലിൻ്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു ഹെക്ടർ നെൽവയലിന് 3,000 രൂപ റോയൽറ്റി നൽകുന്നു. അങ്ങനെ 14,498 ഹെക്ടറിന് കഴിഞ്ഞ വർഷം റോയൽറ്റി നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില മേഖലകളെക്കുറിച്ച് മാത്രമാണ് പരാമർശിച്ചത്. എല്ലാ മേഖലകളും ഇതേ രീതിയിലുള്ള അഭിവൃദ്ധി നേടിയിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ മുന്നോട്ട് പോക്കിന് സഹായകമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളിൽ നിന്ന് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സങ്കല്പങ്ങളുണ്ടാവും. അവ ഇവിടെ തുറന്നു പറഞ്ഞാൽ പലതും സർക്കാരിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും. എല്ലാവരും അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും സ്നേഹാഭിവാദനം. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം പള്ളിത്തോട്ടം പോർട്ട് കൊല്ലം നിവാസികളായ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് അവർക്ക് പട്ടയമില്ലായിരുന്നു. അതിൻ്റെ കാത്തിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം വന്ന പരിപാടിയിലും അവരെ പ്രശ്നം ഉന്നയിച്ചിരുന്നു. നമ്മുടെ റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് അതിനുശേഷം ആ കാര്യത്തിൽ ഇടപെട്ടിട്ടിപ്പോൾ അവർക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട്. ആ പട്ടയം